ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ മറുപടിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത്. കൊല്ലപ്പെട്ട 4 US സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ സംസാരിക്കവേ ഇറാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ ഭീഷണി യുദ്ധത്തിന് വീണ്ടും ആക്കം കൂട്ടുന്നതാണെന്ന് അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. കണ്ണിന് കണ്ണെന്ന രീതിയിലാണ് ഇറാന്റെ പ്രതിരോധ നയമെന്നും രാജ്യത്തെ സിവിലിയൻ സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ടെഹ്റാൻ അറിയിച്ചു. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ US സഖ്യകക്ഷികളുടെ എണ്ണ വിൽപ്പനയും തടസ്സപ്പെടുത്തുമെന്ന കർശന നിലപാടിലാണ് ഇറാൻ. അതേസമയം US ഇറാൻ സംഘർഷം വൻ വ്യോമാക്രമണങ്ങളിലേക്കും കടൽ പോരിലേക്കും വഴിമാറി. തുടർച്ചയായ 12ാം രാത്രിയിലും US സേന ഇറാന് നേരെ അതിശക്തമായ ബോംബാക്രമണം നടത്തി. ഇറാന്റെ തീരദേശ നഗരങ്ങളായ ബുഷേഹർ, അഹ്വാസ്, സിരിക് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നു. ഇറാൻ ഇറാഖ് അതിർത്തിയിലെ ഷലാംചെ അതിർത്തിയിൽ US നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബുഷേഹറിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും അതിമഷ്ക് നഗര പ്രാന്തപ്രദേശങ്ങളിലും US മിസൈലുകൾ പതിച്ചു. അതേസമയം ചെങ്കടലിൽ സഞ്ചരിക്കുകയായിരുന്ന സൗദി അറേബ്യൻ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി സൗദി അറേബ്യ സ്ഥിരീകരിച്ചു. എൻസെലിയ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് സൗദി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPA റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായതായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി അറിയിച്ചു. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണ്. കപ്പലും ജീവനക്കാരെയും സുരക്ഷിതമാക്കുന്നതിനും സമുദ്ര പരിസ്ഥിതി ആഘാതം തടയുന്നതിനുമുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. ചെങ്കടലിൽ എൻസെലിയ, ലൈല എന്നീ 2 സൗദി കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതികൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ ചർച്ചാ സംഘത്തലവൻ തന്നെയായ പാർലമെന്റ് സ്പീക്കർ MB ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാൻ ഇറാഖ് അതിർത്തിയിൽ ഷാലാംഷായിൽ അർബീൻ തീർത്ഥാടകരാണ് അമേരിക്കൻ ആക്രമണത്തിൽ മരിച്ചത്. കാൽനടയായി പോയ സംഘമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാൻ പറയുന്നു. തിരിച്ചടിയായി കുവൈറ്റിലെ 3 US താവളങ്ങൾ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ജോർദാനിൽ വ്യാപക ആക്രമണം തുടരുന്നു. ഹൂതികൾ ബാബൽ മന്ദബിൽ എൻസലിയ, ലൈല എന്നീ 2 കപ്പലുകൾ ആക്രമിച്ചു. ആക്രമണം തുടർന്നാൽ സൗദിക്കായി പാകിസ്ഥാൻ സേന രംഗത്തിറങ്ങിയേക്കും. സൗദിയുമായി സൈനിക സഹകരണം കരാറിൽ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം 2 രാജ്യങ്ങൾക്കും നേരെ ഒരുപോലെ നടക്കുന്ന ആക്രമണമായി കണ്ട് ഇടപെടാനാണ് ധാരണ. അതേസമയം അമേരിക്കയുമായി സൗദി ആണവ കരാറിൽ ഒപ്പിട്ടത് ചർച്ചകൾക്ക് തുടക്കമിട്ടു. 30 വർഷത്തേക്കാണ് കരാർ. ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെത്തും. ആണവ സമ്പുഷ്ടീകരണത്തിനും കഴിഞ്ഞേക്കും. ആണവ നിർവ്യാപന തത്വങ്ങൾ പാലിക്കുമെന്ന് സൗദി ആവർത്തിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയും സമ്പുഷ്ടീകരണവും യുറേനിയം ശേഖരവും തകർത്ത് പിടിച്ചെടുക്കാൻ ശ്രമം നടക്കുമ്പോഴാണ് അയൽ രാജ്യത്ത് സൗദിയെ കരുത്തുറ്റതാക്കുന്ന ചരിത്രപരമായ കരാർ. എണ്ണ ഇതര ഊർജമാണ് സൗദിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.